ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചക്ക വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് നല്ല പഴുത്ത ചക്ക എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇത് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങാപ്പാലുണ്ടാക്കാം. ഇതിൽ 1-ാം പാലും 2-ാം പാലും മാറ്റി വെക്കാം. ഇനി 3-ാം പാലത്തിൽ കട്ടി കുറഞ്ഞ പാല ഇതിൽ ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുന്നു. 3 കട്ട ശർക്കരയാണ് ഉരുക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ 2-ാം പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇനി തീ കെടുത്തി കൊടുക്കാം. ഇനി തീ കെടുത്തിയതിന് ശേഷം ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി മിക്സാക്കി എടുക്കാം. ഇനി അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ആ തേങ്ങാപ്പാലിൻ്റെ ചുവ മാറിപ്പോവും. ഇനി ചെറിയ ഉള്ളി നെയ്യിലൊന്ന് മൂപ്പിച്ച് ഒഴിച്ചെടുക്കാം. ഇത് വൈകുന്നേരത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.